Hi friends, എല്ലാവർക്കും മെക്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളൊരു സിമ്പിൾ ഫൺ എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു റൊട്ടേറ്റിംഗ് സ്പൈറൽ ഫാൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു എക്സ്പെരിമെൻറ്റിനായിട്ട് നമുക്കപ്പോൾ ആദ്യം ഇതുപോലത്തെ ഒരു സ്പൈറൽ വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സിമ്പിളായിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒരു സ്പൈറൽ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമാണുള്ളൂ. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൈറൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പെൻസിൽ സ്റ്റാൻഡാണ് ഉണ്ടാക്കേണ്ടത്. സ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോൾ പെൻസിൽ കൊണ്ട് ഉണ്ടാക്കാൻ നോക്കണം. ഈർക്കിളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വർക്കാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്കിനി ആ ഒരു സ്പൈറൽ ഈ പെൻസിൽ സ്റ്റാൻഡിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് വെച്ച് കൊടുക്കാം. സ്പൈറലിന് അല്പം നീട്ടം കൂടിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്കിനി ഈ ഒരു സ്പൈറൽ കറങ്ങണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലത്തെ ഒരു ചെറിയൊരു മെഴുകുതിരി എടുത്തിട്ട് അത് കത്തിച്ചിട്ട് സ്പൈറലിൻ്റെ ചോട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യണേ. അതിനുശേഷം നമുക്ക് അല്പം ഒന്ന് വെയിറ്റ് ചെയ്യാം, ആ ഒരു എയർ ജസ്റ്റ് ഒന്ന് ചൂടായി വരാൻ വേണ്ടി. അപ്പോൾ സ്പൈറൽ അങ്ങനെ കറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ പിന്നിലെ സയൻറ്റിഫിക് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ തിരി എത്തിച്ച് കഴിയുമ്പോൾ ആ ഒരു സ്പൈറലിൻ്റെ താഴെയുള്ള എയർ ചൂടാവാൻ തുടങ്ങും, ചൂടായി മേളോട്ട് പൊങ്ങാൻ തുടങ്ങും. അപ്പോൾ ഈ എയർ മേളോട്ട് പൊങ്ങണതിൻ്റെ ഒപ്പം ആ ഒരു സ്പൈറലിൻ്റെ പ്രത്യേക ഷേപ്പ് കാരണം ആ ഒരു സ്പൈറലും കൂടെ ഒപ്പം കറങ്ങാൻ തുടങ്ങും എയറിൻ്റെ ഒപ്പം. എയർ മേളിലോട്ട് പോകുന്നതുകൊണ്ട് സ്പൈറലും മേളിലോട്ട് പോകുന്നതായിട്ടായിരിക്കും കറങ്ങുക. അപ്പോൾ ഇന്നത്തെ ഒരു ഫൺ എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ ഫൺ എക്സ്പെരിമെൻറ്റ്സും DIY വീഡിയോസും മാജിക് ട്രിക്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.